നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. 2026 കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മൂന്നാം തവണ അധികാരത്തിലെത്താൻ എല്ലാ കുതന്ത്രങ്ങളും പയറ്റുന്ന പിണറായി സർക്കാരും അധികാരം തിരിച്ചുപിടിച്ച് കേരളത്തെ മലബാറിന് അടിയറ വയ്ക്കാൻ ഒരുങ്ങുന്ന UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് ഏവരും പറയും. എന്നാൽ BJP 2026 കറുത്ത കുതിരകളാകുമോ? പലയിടങ്ങളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. പല ചാനലുകളും പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് മുൻപെങ്ങുമില്ലാത്ത വിധം BJPക്ക് വളരെ കൃത്യമായ ഒരു സ്ഥാനം, BJPയുടെ വോട്ട് ഷെയറിൽ, BJPയുടെ സ്ഥാനാർത്ഥികളിൽ അല്ലെങ്കിൽ BJP പിടിക്കുന്ന സീറ്റുകളെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നു. ഇതിനു മുൻപ് ഒരു കാലത്തും ഇങ്ങനൊരു ചർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എത്രമാത്രം മാറിയിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ, എത്രമാത്രം BJPയോട് അല്ലെങ്കിൽ BJPയെ പരിഗണിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. ഇതൊരു ശുഭസൂചനയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ചാനലുകളിൽ BJP പ്രതിനിധിയെ വിളിക്കുന്നത് പോലും കളിയാക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു കോമാളിയെ പോലെ വന്നിരുന്നു പോകുന്ന BJPയുടെ എത്രയോ നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളുടെ ചർച്ചാ പരിപാടികളുടെ തുടക്കത്തിലൊക്കെ നമുക്കറിയാം, CPMന്റെ പ്രതിനിധിക്ക് 10 മിനിറ്റ് നൽകുമ്പോൾ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് 10 മിനിറ്റ് നൽകുമ്പോൾ ഒന്നോ രണ്ടോ വാക്ക് മാത്രം സംസാരിക്കാൻ അവസരം നൽകുന്ന എത്രയോ അവതാരങ്ങൾ കേരളത്തിലെ മാധ്യമത്തിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് BJP മാറിയിരിക്കുന്നു. BJP കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു അനിവാര്യ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏവർക്കും മനസ്സിലാവും. ഈ പറയുന്ന BJP മാത്രമല്ല, RSSനെ പുകഴ്ത്തിക്കൊണ്ട് ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം നടത്തിയ ഒരു പ്രോഗ്രാം, RSS കേരളം ഭരിക്കും, RSS ഇന്ത്യ ഭരിക്കും. അതുപോലെ RSSന്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് വന്നപ്പോൾ 5 കോളം ചിത്രം കൊടുക്കാൻ മനോരമയെ പ്രേരിപ്പിച്ച ഘടകവും മറ്റൊന്നുമല്ല, കേരളത്തിൽ ഗ്രാസ് റൂട്ട് ലെവൽ, ഏറ്റവും താഴെ തട്ടിൽ RSSന്റെ സ്വാധീനം, ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം, ആ കേരളത്തിലെ BJPയുടെ വളർച്ചയെ ഇനി തടയാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇനി തെരഞ്ഞെടുപ്പിന് ഏകദേശം 7 മാസമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത്, നവംബറിലോ ഡിസംബറിലോ. ഇനി വീണ്ടും 2026 8 മാസമോ 9 മാസമോ ആയിരിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത്രയും കാലങ്ങൾ മുന്നിൽ കിടക്കുമ്പോഴാണ് കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ. അത് കേവലം ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളോ ഡിജിറ്റൽ മാധ്യമങ്ങളോ അല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുകയാണ്. ഓരോരുത്തരും അവരവരുടെ ഊഹത്തിനനുസരിച്ച് പുതിയ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ മത്സരിച്ചാൽ വിജയിക്കും. ഞാൻ ചോദിക്കട്ടെ, BJP അവരുടെ സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായി തന്നെ പുറത്തിറക്കും. അവർക്ക് കൃത്യമായി ഓരോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ അറിയാം. എല്ലാ കാലത്തും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻപെങ്ങുമില്ലാത്ത വിധം BJPയുടെ സ്ഥാനാർത്ഥി ആര്, BJPയുടെ വിജയിക്കാൻ സാധ്യതയുള്ള 50 മണ്ഡലങ്ങൾ ഏതൊക്കെ, ഇത് കൃത്യമായി ചർച്ച ചെയ്യുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇത് BJPയെ സംബന്ധിച്ച് വലിയ വിജയമാണെന്ന് ഉറപ്പിച്ച് പറയാം. എത്ര സീറ്റ് BJP നേടുമെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. BJPയുടെ വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ BJPക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകളെ കുറിച്ച് പോലും കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നു പറയുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലെ കറുത്ത കുതിരകൾ BJP തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ മാറ്റമില്ല. 3 മുതൽ 5 വരെ ശതമാനം വോട്ടുകൾ മാറ്റാൻ കഴിയുമെങ്കിൽ, മറിക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ 50 സീറ്റുകളിൽ BJPക്ക് വിജയം സുനിശ്ചിതമാണ്. കേരളത്തിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ കേരളത്തിലെ 10 മണ്ഡലങ്ങളിൽ താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ 10 മണ്ഡലങ്ങൾ ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളാണ്. ആ 10 മണ്ഡലങ്ങൾ ഏതെന്നത് വരും ദിവസങ്ങളിൽ പ്രസ് പോർട്ടൽ ചർച്ച ചെയ്യുന്നതാണ്. ആ മണ്ഡലങ്ങളിലെ വിജയസാധ്യത, ആകെ വോട്ടർമാർ, BJPക്ക് നിലവിലുള്ള വോട്ട്, BJPയിലേക്ക് മറിയാൻ സാധ്യതയുള്ള വോട്ട്, ഈ വ്യക്തി പ്രഭാവത്തിലും മോദി സർക്കാരിൻ്റെ വികസനത്തിലും സാധാരണക്കാരുടെ
പിന്തുണ, ഇതെല്ലാം കൂടി ചേർത്ത് സാമുദായിക സമവാക്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് ഓരോ മണ്ഡലത്തിലെയും സുപ്രധാനമായ 10 മണ്ഡലത്തിലെ വിജയസാധ്യതകൾ വരും ദിവസങ്ങളിൽ പ്രസ് പോർട്ടൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും.